ഓഗസ്റ്റ് മാസം 28-ാം തീയതി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കെയ്റോ യൂണിവേഴ്സിറ്റിയിലെ പഠനമുറിയിലിരിക്കുമ്പോൾ അങ്ങ് അമേരിക്കയിൽ വാഷിങ്ടൺ DC-യിൽ എബ്രഹാം ലിങ്കൺ സ്ക്വയറിലെ പടവുകളിൽ നിന്നുകൊണ്ട് മാർട്ടിൻ ലൂതർ കിങ് പ്രസംഗിക്കുകയാണ്. എല്ലാ താഴ്വരകളും മഹത്വവൽക്കരിക്കപ്പെടുകയും എല്ലാ കുന്നുകളും കുലപർവ്വതങ്ങളും തലകുനിക്കുകയും എല്ലാ പരുക്കൻ സ്ഥലങ്ങളും സമാധാനത്തിൻ്റെ ഇടങ്ങളായി മാറുകയും കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചുമതലയേൽക്കുകയാണ്. ആ ചുമതല ഏറ്റെടുത്ത ശേഷം തൻ്റെ ക്യാമ്പസ് ജീവിതകാലത്ത് തന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളിലൊന്ന് പ്രയോഗവൽക്കരിക്കുകയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പിന്നീട് തൻ്റെ രാഷ്ട്രീയ ജീവിതം, തൻ്റെ ആത്മീയ ജീവിതം, തൻ്റെ പൊതുജീവിതം എല്ലാം അതിനുവേണ്ടി സമർപ്പിച്ചു. സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതിയിൽ കിടക്കുന്നവരുടെ, ഏറ്റവും പിന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ മഹാത്മജിയുടെ ആ വാക്കുകൾ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ, അള്ളാഹുവിൻ്റെ വിധി മറിച്ചൊന്നായിരുന്നുവെങ്കിൽ താനും അതുപോലെ ആവുമായിരുന്നുവെന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം പോലെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള വലിയ ലക്ഷ്യവുമായി 34 വർഷം തൻ്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് വിട പറഞ്ഞു പോയ ഒരു മഹാപുരുഷൻ്റെ ഓർമ്മ, അതാണ് ഇന്നിവിടെ ഇനിയുള്ള സമയങ്ങളിൽ നടക്കാൻ പോകുന്നത്. ആ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് പല തലമുറകൾ ഒന്ന് ചേർന്ന് മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, അതുപോലെ മറ്റ് അതിഥികൾ വന്നുകൊണ്ട് അത് സംസാരിക്കുക. മാർട്ടിൻ ലൂതർ കിങ് ചെയ്ത ആ പ്രസംഗത്തിൻ്റെ ആശയ സംഹിതയെ ജോർജിയയുടെ ചുവന്ന കുന്നുകളിൽ പഴയകാല അടിമയുടെ മക്കളും പഴയകാല ഉടമയുടെ മക്കളും കൈകോർത്തു നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞ ആ ദിവസത്തിന് വേണ്ടിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പിന്നീടുള്ള കാലം മുഴുവൻ പ്രവർത്തിച്ചത്. രാഷ്ട്രീയത്തിൽ ഒരുപാട് നേതാക്കന്മാർ കടന്നുപോയിട്ടുണ്ട്. അധികാരത്തിൻ്റെ ഉന്നത പദവികൾ അലങ്കരിച്ച് കടന്നുപോയ ഒരുപാട് മഹാമനുഷ്യന്മാരുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരധികാര പദവിയും കയ്യിലില്ലാതെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ ശ്രേണിയിൽ കിടക്കുന്ന മനുഷ്യന്മാരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള വലിയ വിപ്ലവം നടത്താൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന് ചുറ്റും തിടം വെച്ച് ഓരോ ചൊവ്വാഴ്ച ഉൾപ്പെടെയുള്ള ഓരോ ദിനങ്ങളിലും അവിടെ കൂടിയവർ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളായിരുന്നു. ഏറ്റവും പാവപ്പെട്ടവൻ്റെ സങ്കടമെന്ന് പറയാനുണ്ടായിരുന്ന ഇടമായിരുന്നു, അഭയകേന്ദ്രമായിരുന്നു പാണക്കാട്. ജനാധിപത്യ മതേതര വ്യവസ്ഥയിൽ എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കുന്ന ഒരു സൗന്ദര്യാത്മകമായ കാഴ്ചയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആ ജനാധിപത്യ മതേതര വ്യവസ്ഥക്ക് അപകടം നേരിട്ട സന്ദർഭങ്ങളിലോ തൻ്റെ ഒരു പ്രസംഗം കൊണ്ടോ ഒരു പ്രസ്താവന കൊണ്ടോ തനിക്ക് നല്ല മാർക്കറ്റ് ലഭിക്കുമായിരുന്നു. ഏറ്റവും വികാരവിക്ഷുബ്ധമായി നമ്മുടെ സമൂഹം നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ സമൂഹത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചല്ലാതെ, ജനതയുടെ ഒഴുക്കിനനുസരിച്ചല്ലാതെ ഒഴുക്കിനെതിരെ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയാണ്: നിങ്ങൾ ശാന്തരായിരിക്കുക, നിങ്ങൾ സംയമനം പാലിക്കുക എന്ന്. അപ്പോൾ അതിന് മറുപടി വന്നു, ആത്മസംയമനത്തിൻ്റെ താരാട്ടുപാട്ടല്ല സമുദായത്തിന് ആവശ്യമെന്ന്. അപ്പോഴും തങ്ങൾ ശാന്തഭാവത്തിലൊന്ന് ചിരിച്ചതേ ഉള്ളൂ. ആ ചിരി എന്തിനായിരുന്നു എന്ന് വെച്ചാൽ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെപ്പോലെ സമൂഹത്തിൽ ഏറ്റവും സ്വാധീനമുള്ള, എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും സ്വാധീനമുള്ളൊരു വ്യക്തി അന്ന് പ്രകോപിതമായൊരു പ്രസ്താവന ഇറക്കിയിരുന്നുവെങ്കിൽ ആളുകൾ തെരുവിലിറങ്ങുമായിരുന്നു. ആ പ്രസ്താവനയിൽ ഏറ്റവും ചുരുങ്ങിയത് തൻ്റെ അനുയായികളെങ്കിലും തെരുവിലിറങ്ങുമെന്നുള്ളത് ഉറപ്പാണല്ലോ. തൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞത് ചുരുങ്ങിയത് ന്യൂനപക്ഷ സമുദായത്തിലെ ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രീയ കക്ഷി കൂടി, മതേതര സമൂഹത്തിലെയും കേരള രാഷ്ട്രീയത്തിലെയും മാത്രമല്ല ന്യൂനപക്ഷ സമുദായത്തിലെ ഏറ്റവും പ്രബലമായ കക്ഷി കൂടിയാണല്ലോ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ അണികൾ തങ്ങളുടെ ഒരു പ്രക്ഷുബ്ധമായ വാക്ക്, ഒരു പ്രകോപിതമായൊരു വാക്ക് കേട്ട് പുറത്തിറങ്ങുമായിരുന്നു. അത് സംഭവിക്കുക എന്ന് പറയുന്നത് പിന്നീട് രാജ്യം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് അത് കലാശിക്കും എന്നത് മനസ്സിലാക്കിയാണ് തങ്ങൾ ശാന്തമായൊരു മറുപടി പറഞ്ഞത്.
1948 ജനുവരി മാസം 30-ാം തീയതി വൈകുന്നേരത്തെ വ്യായാമത്തിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി, ആദ്യത്തെ ഗവർണർ ജനറൽ. ഗാന്ധിജിക്ക് വെടിയേറ്റിരിക്കുന്നു എന്ന് അദ്ദേഹം തൻ്റെ ബംഗ്ലാവിൽ ചെന്നപ്പോൾ പാറാവുകാരൻ പറഞ്ഞു, ഗാന്ധിജി വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അദ്ദേഹം പാറാവുകാരനോട് ചോദിച്ചു, ആരാണത് ചെയ്തത് എന്ന്. തൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള, തൻ്റെ പബ്ലിക് റിലേഷൻ സെക്രട്ടറി ആയിട്ടുള്ള പോൾ ബെൻ ജോൺസണോട് ചോദിച്ചു, ആരാണത് ചെയ്തത് എന്ന്. ആവോ, എനിക്കറിയില്ല എന്ന് അദ്ദേഹം കൈമലർന്നു. മൗണ്ട് ബാറ്റൻ ഉടൻ ബിർള മന്ദിരത്തിലേക്ക് പോയി. അവിടെ ഒരു പഴംതുണിക്കെട്ട് പോലെ ചുരുണ്ടുകൂടി കിടക്കുന്നു രാഷ്ട്രത്തിൻ്റെ ആത്മാവായ മഹാത്മജി. അദ്ദേഹം ബിർള മന്ദിരത്തിൻ്റെ പടവുകൾ കയറുന്ന നേരത്ത് ആ ആൾക്കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, അതൊരു മുസ്ലിമാണ് ചെയ്തത്, അതൊരു മുസ്ലിമാണ് ചെയ്തത് എന്ന്. പെട്ടെന്ന് മൗണ്ട് ബാറ്റൻ, വൈമാനികനായ സൈനികാധി തലവനായ മൗണ്ട് ബാറ്റൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എടോ വിട്ടി, തനിക്കറിയില്ലേ അതൊരു ഹിന്ദുവാണ് ചെയ്തതെന്ന്? അങ്ങനെ അകത്തേക്ക് കയറിപ്പോകുന്ന മൗണ്ട് ബാറ്റനോട് പോൾ ബെൻ ജോൺസൺ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി അതൊരു ഹിന്ദുവാണ് ചെയ്തതെന്ന്? മൗണ്ട് ബാറ്റൻ പറഞ്ഞു, എനിക്കറിയില്ല ആരാണ് ചെയ്തതെന്ന്, പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഡൽഹിയും ഇന്ത്യയും ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യക്ക് സാക്ഷി നിൽക്കേണ്ടി വരുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. പിന്നെയും സമയം കുറേ പിന്നിട്ട ശേഷമാണ് അതാരാണ് ചെയ്തത് എന്ന്, ഏതാണ്ട് കുറേ മിനിറ്റുകൾക്ക് ശേഷമാണ് ആരാണ് ചെയ്തതെന്ന് ഓൾ ഇന്ത്യ റേഡിയോ അതിൻ്റെ വാർത്താ ബുള്ളറ്റിനിൽ പറഞ്ഞത്. ഇത് ആര് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അധികാരത്തിലിരിക്കുന്നവർ നിസ്സംഗരായി നിൽക്കുമ്പോൾ, അധികാരസ്ഥാനത്തിൽ ഇരിക്കുന്നവർ മൗനം പാലിക്കുമ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ നാട് മുഴുവൻ നടന്ന് വർഗീയത പറയുമ്പോൾ, ഭരണാധികാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിലിരിക്കുന്നവർ മൗനം പാലിക്കുമ്പോൾ ജനം മനസ്സിലാക്കുന്നത് അത് ശരിയാണെന്നാണ്. ആ ചെറുപ്പക്കാരൻ അതൊരു മുസ്ലിമാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ മൗണ്ട് ബാറ്റൻ അന്ന് മൗനം പാലിച്ചിരുന്നുവെങ്കിൽ ആ ജനക്കൂട്ടം മനസ്സിലാക്കുന്നത് അത് ശരിയാണ് എന്നാണ്. 92 ഡിസംബർ 6 നിങ്ങൾ ശാന്തരായിരിക്കുക, സംയമനം പാലിക്കുക, ജനാധിപത്യ മാർഗത്തിലൂടെ മാത്രം പ്രതിഷേധിക്കുക എന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, തങ്ങളുടേതൊരു മൗനമായിരുന്നുവെങ്കിൽ ആ ജനം വിശ്വസിക്കുക ഇപ്പോൾ തെരുവിലിറങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നാണ്. അതൊരു പക്ഷേ ആക്രമണോത്സുകമായ ഒരു മുന്നേറ്റമായി മാറിയാൽ എന്ത് സംഭവിക്കും? ആർക്കാണ് നഷ്ടം? ആരുടെ നഷ്ടം? പണ്ടത്തെ പോലെ, പഴയ കാലങ്ങളെപ്പോലെയല്ല. ഇതിങ്ങനെ ചിതറി വ്യാപകമായി കിടക്കുന്ന ജനവിഭാഗങ്ങളാണ്. ആ ജനവിഭാഗങ്ങൾ ശ്രദ്ധയോടെ നീങ്ങിയില്ലെങ്കിൽ, കൈകോർത്ത് നീങ്ങിയില്ലെങ്കിൽ, മാർട്ടിൻ ലൂതർ കിംഗ് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും ഒന്നിച്ച് ആ കാഴ്ചയെ ആസ്വദിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി ശ്രമിച്ചില്ല എങ്കിൽ രാജ്യം വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു വാചകം കൂടി അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തങ്ങൾ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്നായിരുന്നു എല്ലാവരുടെയും ആഹ്വാനമെന്ന്. തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, കോൺഗ്രസിന് ശക്തി കൊടുക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ അവസാന വാക്കായി ഇനി അവശേഷിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. പള്ളി പൊളിച്ച സംഘപരിവാരത്തിൻ്റെ താല്പര്യം പോലെ കോൺഗ്രസ് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വേട്ടയാടപ്പെടുന്ന ഒരു ന്യൂനപക്ഷ ജനതയുടെ തെരുവുകളായി നമ്മുടെ നാട് മാറുക എന്നുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന് തങ്ങൾ പറഞ്ഞു. തങ്ങൾ ഒരുപാട് വാചാലമായ പ്രസംഗം നടത്തുന്നയാളല്ല, ദീർഘമായ പ്രസ്താവനകൾ ഇറക്കുന്നയാളല്ല. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തങ്ങൾ ഇത് സംസാരിക്കുന്നു. അതാ ജനത, അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അത് ഏറ്റെടുക്കുന്നു. അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് കേരളം ഒരു വർഗീയ കലാപത്തിൻ്റെ, മതവിദ്വേഷത്തിൻ്റെ മണ്ണാവാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞത് PK വാസുദേവൻ നായരാണ്. അദ്ദേഹം അന്ന് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഒക്കെ ഈ എതിർപക്ഷത്തെ നേതാവാണ്. അന്നത് പറഞ്ഞത്, പിന്നീടത് പറഞ്ഞത് മുസ്ലിം ലീഗിനെയും UDF-നെയും നിരന്തരം വിമർശിക്കുന്ന, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കെതിരെ ഏറ്റുമുട്ടൽ മാത്രം ഒരു തൊഴിലാക്കി എടുത്തിരുന്ന ഈയിടെ അന്തരിച്ച VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഭരിക്കുന്നത്. മലപ്പുറം ടൗൺ ഹാളിന് മുന്നിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭൗതികദേഹം ജനലക്ഷങ്ങളുടെ അന്ത്യാഞ്ജലിക്കായി കിടക്കുമ്പോൾ VS അച്യുതാനന്ദൻ ആ മയ്യത്ത് കാണാൻ വേണ്ടി, മൃതദേഹ ദർശനത്തിന് വന്നു.
അദ്ദേഹം വന്നു കണ്ട് തിരിഞ്ഞു നിൽക്കുന്ന പാടെ തന്നെ മാധ്യമപ്രവർത്തകരോടെ നിൽക്കുന്നു. മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തങ്ങളുടെ മൃതദേഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിന്ന VS ആ കൈകൂപ്പിയ നിലയിൽ തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, പ്രതികരണം ചോദിച്ചവരോട്, മതേതരത്വത്തിനു വേണ്ടി മരണം വരെ പോരാടിയ മനുഷ്യനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇത് എതിരാളിയെ കൊണ്ടുപോലും പറയിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായി മാറാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞു. നമ്മൾ തങ്ങളെ ഓർക്കുമ്പോൾ, നമ്മൾ തങ്ങളുടെ സ്മരണയെ പങ്കുവെക്കുമ്പോൾ നമ്മൾക്കത് കഴിയുമോ എന്നുള്ളതാണ്. നമ്മൾക്കൊരു തങ്ങളുടെ രീതിയിലേക്ക് പരിവർത്തിക്കപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നം വരുമ്പോൾ, അവനവൻ്റെ പ്രശ്നം വരുമ്പോൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വ്യക്തിത്വത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഭരണകൂടത്തിൽ നിന്ന് ചില പ്രസ്താവനകൾ വന്നപ്പോൾ, അപ്പോൾ പോലും പാണക്കാട്ടുകാരി റെയ്ഡ് നടത്തണമെന്ന് പറയാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി തന്നെ തയ്യാറായൊരു ഘട്ടത്തിൽ പോലും, അച്യുതാനന്ദ ഭരണത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായൊരു സമയത്ത് പോലും തങ്ങൾ സൗമ്യഭാവേനയാണ് അതിനോട് പ്രതികരിച്ചത്. ഒരു പുഞ്ചിരി, ചെറുപുഞ്ചിരി കൊണ്ട് ഈ പ്രകോപനങ്ങളെയൊക്കെ അതിജയിക്കാൻ കഴിഞ്ഞ ഒരു മഹാമനുഷ്യൻ്റെ ജീവിതഗാഥയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഒരു മറുപടി, തനിക്കെതിരെ വരുമ്പോൾ നമ്മൾ ആരും പ്രകോപിതരാകും. വ്യക്തിപരമായിട്ടാണ്, വ്യക്തിഹത്യയിലേക്ക് വരുമ്പോൾ ആരും പ്രകോപിതരാകും. ശിഹാബ് തങ്ങൾ പ്രകോപിതനായില്ല. ശിഹാബ് തങ്ങൾ പ്രകോപിതനായാൽ അദ്ദേഹത്തിന് അനുയായികൾ പ്രകോപിതരാകും. ആ പ്രകോപനം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, അല്ലെങ്കിൽ ഭരണപക്ഷവും ഈ ഇപ്പുറത്ത് തങ്ങളുടെ അനുയായികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ തെരുവുകളിൽ കലാശിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി തങ്ങൾ അതിനോട് വളരെ സൗമ്യമായിട്ടാണ് പ്രതികരിച്ചത്. ഏതൊരു ചോദ്യത്തെയും തങ്ങൾ അങ്ങനെയാണ് കണ്ടത്. തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ മലയാള മനോരമയുടെ നേരെ ചൊവ്വ പരിപാടിയിൽ വളരെ വിശ്രുതനായ മാധ്യമ പ്രവർത്തകൻ ജോണി ലൂക്കോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, തങ്ങൾ ആത്മീയ നേതാവായോ രാഷ്ട്രീയ നേതാവായോ ആരായിട്ടാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? തങ്ങളുടെ മറുപടി, ഒരു സാധാരണ മനുഷ്യനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണ മനുഷ്യനായിട്ട്. വിദേശ വിദ്യാഭ്യാസത്തിന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും തലപ്പത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ഗാംഭീര്യം കിട്ടിയ ഒരു പ്രസിഡന്റും ഒരു അധ്യക്ഷനും ഒരു പാർട്ടിയുടെയും തലപ്പത്ത് ഇതേവരെ കേരളത്തിലുണ്ടായിട്ടില്ല. ദേശീയ തലത്തിലൊക്കെ ഉണ്ടായിരിക്കാം, കേരളത്തിലുണ്ടായിട്ടില്ല. 8 വർഷത്തെ ഈജിപ്ഷ്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ആ അലകും പിടിയും മട്ടും മാതിരിയും എല്ലാമായിട്ടാണ് തങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. തിരിച്ചെത്തിയ തങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ല പ്രവർത്തനം തുടങ്ങുന്നത്, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ടാണ്. മമ്പാട് MES കോളേജിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം ഏറ്റെടുത്ത ആദ്യത്തെ പദവി. അന്ന് മമ്പാട് കോളേജിനെ ഏറനാട് മുസ്ലിം അസോസിയേഷൻ്റെ കീഴിലുണ്ടായിരുന്ന മമ്പാട് കോളേജിനെ MES ഏറ്റെടുത്ത സമയത്തെ ആദ്യത്തെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു ലക്ഷ്യം. കൈറോയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഈജിപ്തിലെ സൗദി എംബസിയിൽ അദ്ദേഹത്തിന് ഉദ്യോഗം ലഭിച്ചു. അവിടെ അധ്യാപകനായിട്ട് ജോലി ഓഫർ വന്നു. ഇതിലെല്ലാം തൽപരനായി അവിടെ നിൽക്കണമെന്ന്, ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായി നിൽക്കണമെന്ന് ആഗ്രഹിച്ച തങ്ങൾ പിതാവിൻ്റെ കത്ത് കിട്ടി, കോയമോൻ ഇപ്പോൾ അവിടെ ഒരു ജോലിക്ക് നിൽക്കണ്ട, ഇപ്പം ഇങ്ങോട്ട് വരിക, നാട്ടിലേക്ക് വരിക, ഇവിടെ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. പൂക്കോയത്തങ്ങൾ ഇവിടെ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് പൂക്കോയത്തങ്ങൾക്ക് ഒരു സഹായിയായിട്ട്, പൂക്കോയത്തങ്ങൾക്ക് ഒരു പകരക്കാരനായിട്ടാണ്. പക്ഷേ ഇവിടെ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് പിന്നീടുള്ള 3.5 പതിറ്റാണ്ടിൻ്റെ ജീവിതം കൊണ്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ ആവശ്യം തെളിയിക്കുക തന്നെ ചെയ്തു. ശാന്തി അഹിംസാ സിദ്ധാന്തം എന്ന് പറഞ്ഞ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ ഒരു മുദ്രാവാക്യം പോലെ കേരള രാഷ്ട്രീയത്തിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നൽകിയതായിരുന്നു ആത്മസംയമനം. രാഷ്ട്രീയത്തിൽ ഒട്ടുമേ ചേരാത്തൊരു വാക്ക്. പക്ഷേ ഇതെങ്ങനെയാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് തങ്ങൾ കൈറോ വിദ്യാഭ്യാസം നൽകിയ ഒരു മനുഷ്യൻ്റെ വിദ്യാഭ്യാസം, ലോകസഞ്ചാരം, കുടുംബ പശ്ചാത്തലം, പിന്നെ മറ്റു പാരമ്പര്യങ്ങൾ എല്ലാറ്റിൽ നിന്നും കൂടി കിട്ടുന്ന ആശയങ്ങളുടെ വലിയൊരു സംഹിതയാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്. ആ രൂപപ്പെടുത്തലിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഈജിപ്ഷ്യൻ പഠനം നൽകിയ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു ഈ തരം കാര്യങ്ങളൊക്കെ തന്നെ. ഈജിപ്തിൽ അദ്ദേഹം പഠിക്കുന്ന 1962, 63 കാലഘട്ടങ്ങളിൽ അവിടെ പഠിച്ച വളരെ പ്രഗത്ഭന്മാരെ നിങ്ങൾ ധാരാളം പേര് കേട്ടവരാണ്. സദ്ദാം ഹുസൈൻ തങ്ങൾ ആ കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അവിടെ നിയമബിരുദം നേടുകയാണ്. സദ്ദാം ഹുസൈൻ ഇറാഖിൻ്റെ പ്രസിഡന്റായിരുന്ന ലോകം അറിയപ്പെട്ട നേതാവ്. തങ്ങൾ ആ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ അൽ ബറേദി. അന്താരാഷ്ട്ര ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ പദവിയിൽ 3 തവണ വരികയും പിന്നീട് നൊബേൽ പ്രൈസ് നേടുകയും ചെയ്ത മുഹമ്മദ് മുസ്തഫ അൽ ബറേദി. വിശ്രുതനായ ഹോളിവുഡ് താരം ഉമർ ഷെരീഫ്, അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിട്ട് മാലിദ്വീപ് പ്രസിഡന്റ് മഹ്മൂദ് അബ്ദുൽ ഖയ്യൂം,
കൈറോയിലെ പിന്നീട് ഫുഹാദ് യൂണിവേഴ്സിറ്റിയായി മാറിയ, ഫുഹാദ് എഞ്ചിനീയറിംഗ് കോളേജായി മാറിയ കൈറോ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ തങ്ങൾക്ക് മുന്നേ പഠിച്ചു പോയതാണ് യാസ് അറാഫാത്ത്. ഇത്തരം ആളുകളെയൊക്കെ രൂപപ്പെടുത്തിയെടുത്ത ഒരു മണ്ണ്. ആ മണ്ണിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരുന്നു. തങ്ങൾ വിദ്യാർത്ഥിയായിരിക്കെ പരിചയപ്പെടുകയും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയും ഓട്ടോഗ്രാഫിൽ ഒപ്പുകിട്ടുകയും ചെയ്തവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ചേരിചേരാ നയത്തിന് പിന്നിൽ ഇന്ത്യയിലെ ലോകത്തിലെ 108 രാജ്യങ്ങളെ കോർത്ത് നിർത്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ജമാൽ അബ്ദുൽ നാസറും മാർഷൽ ടിറ്റോയും ഒരുമിച്ച് ചേർന്ന ആ ത്രയം ഈജിപ്തിൽ വരുമ്പോൾ നെഹ്റുവിനെ സ്വീകരിക്കാൻ ക്യാമ്പസിൻ്റെ പ്രതിനിധിയായിട്ട് സർക്കാർ പറഞ്ഞയച്ചവരിൽ ഒരാൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് പാണക്കാട് മലബാർ ആയിരുന്നു. അവിടെ വെച്ച് നെഹ്റുവിൻ്റെ ഒപ്പം അവർ നിന്നു. നെഹ്റുവിനോട് സംസാരിച്ചു. മലയാളി ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു, കേരളീയനാണെന്ന് പറഞ്ഞു. മലപ്പുറവും മലബാറും ഒന്നും ചിലപ്പോൾ ഗാന്ധിജി നെഹ്റുവിൻ്റെ ദൃഷ്ടിയിൽ അത്ര പെട്ടെന്ന് പെടണമെന്നില്ല. പക്ഷേ ഇതെല്ലാം പറഞ്ഞ് പരിചയപ്പെട്ടു. എന്നിട്ട് അവിടെ പോയിട്ട് ഇന്ത്യൻ എംബസിയിൽ പോയി നെഹ്റുവിൻ്റെ കൂടെ നിന്ന് അവർ ഫോട്ടോ എടുത്തു. അന്ന് BK നെഹ്റു അവിടുത്തെ ഇന്ത്യൻ അംബാസഡറായി ഈജിപ്തിൽ പ്രവർത്തിക്കുകയാണ്. ആ BK നെഹ്റു ഇന്ന് അവർക്ക് കൂടുതൽ BK നെഹ്റു തങ്ങളുടെ ലോക്കൽ ഗാർഡിയനായിട്ടാണ് പിന്നീട് കൈറോ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ലോക്കൽ ഗാർഡിയനായിട്ട് BK നെഹ്റുവിനെയാണ് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് മാർഷൽ ടിറ്റോ തങ്ങളുടെ പരിചയക്കാരനായി. ജമാൽ അബ്ദുൽ നാസർ തങ്ങളുടെ ആവേശമായി. എത്രത്തോളമാണ് ജമാൽ അബ്ദുൽ നാസർ തങ്ങൾക്ക് ആവേശമായതെന്ന് ചോദിച്ചാൽ, ജമാൽ അബ്ദുൽ നാസർ ഫാറൂഖ് രാജാവിനെ അട്ടിമറിച്ചാണ് അവിടെ ഭരണം പിടിച്ചെടുത്തത്. അവിടെ ഒരു ജനായത്ത ഭരണത്തിലേക്ക് ഈജിപ്തിനെ കൊണ്ടുവന്നത് ജമാൽ അബ്ദുൽ നാസർ ഫാറൂഖ് രാജാവിനെ അട്ടിമറിച്ചായിരുന്നു. ആ ജമാൽ അബ്ദുൽ നാസറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയാണ് അദ്ദേഹം ക്യാമ്പസിൽ പഠിക്കുമ്പോൾ സ്വീകരിച്ചത്. ജമാൽ അബ്ദുൽ നാസർ അദ്ദേഹത്തിൻ്റെ ഹീറോ ആയിരുന്നു. ജമാൽ അബ്ദുൽ നാസർ എതിർത്തവരെയൊക്കെ താങ്കൾ എതിർത്തു. പ്രത്യേകിച്ച് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചർച്ചയായി തീർന്നിട്ടുള്ള പലരും പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമൂൻ അഥവാ മുസ്ലിം ബ്രദർഹുഡ്, ആ മുസ്ലിം ബ്രദർഹുഡിനെതിരായിട്ടുള്ള നിലപാട് തങ്ങൾ എല്ലാ കാലത്തും എടുത്തു പോകുന്നതിൻ്റെ പിന്നിൽ ആ ജമാൽ അബ്ദുൽ നാസറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. എന്ന് വെച്ചാൽ സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വലിയ പുരോഗമന കാഴ്ചപ്പാടുകളോടുകൂടി പ്രവർത്തിച്ച ആളാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നമ്മൾക്ക് തങ്ങളോളം പുരോഗമനമാവാൻ കഴിയുമോ എന്നുള്ളതാണ്. തങ്ങൾക്ക് ചുറ്റിലും വന്ന ആളുകൾ തങ്ങളോട് ജോൺ ബ്രട്ടാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഈ ആളുകൾ ഇങ്ങനെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയമായ ചികിത്സക്കും മറ്റുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവെന്ന്. അവർ വരുന്നു, അവർ ആവശ്യപ്പെടുന്നു ഞാൻ ചെയ്തു കൊടുക്കും. അത് ചെയ്യുമ്പോൾ തന്നെ ആ ആത്മീയ ചികിത്സയിലൊക്കെ അദ്ദേഹം ഏർപ്പെടുമ്പോൾ തന്നെ തങ്ങൾ ഏറ്റവും വലിയ പുരോഗമനമായ കാഴ്ചപ്പാട് സ്വീകരിച്ചു. മുസ്ലിം ലീഗും MES തമ്മിൽ വിയോജിപ്പിച്ച് നിന്ന നേരത്താണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആദ്യമായി മമ്പാട് MS കോളേജിൻ്റെ പ്രസിഡന്റായിത്തീരുന്നത്. MESൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പാണക്കാട് പൂക്കോയത്തുള്ള MESൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ പുരോഗമനമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം കൊണ്ടുവന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ത്രീ ശാക്തീകരണത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന പങ്ക്. ആ പങ്കിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് വനിതാ ലീഗ് എന്ന പേരിൽ ഒരു സംഘടന മുസ്ലിം ലീഗിനെ രൂപീകരിച്ചത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. വനിതകളെ സംഘടിപ്പിക്കുകയോ വനിതകൾ ഇങ്ങനെ പൊതുരംഗത്ത് ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുന്നത് അതൊരു തെറ്റായ പ്രവണതയാണ് എന്ന് സമൂഹത്തിൽ പലർക്കും തോന്നിയ നേരത്ത് അവർക്കൊരു സംഘടന വേണമെന്നും ആ സംഘടനാ രൂപം അനിവാര്യമാണ് എന്നും തിരിച്ചറിഞ്ഞ് അത് തങ്ങളുടെ കാലത്ത് തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. നമ്മൾ ചില സംഗതികളുണ്ട്. ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചും അതിൻ്റെ ആചാര്യന്മാരുണ്ട്. ആ ആചാര്യന്മാരിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പരമാചാര്യനാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. എന്ന് വെച്ചാൽ CH പറയും, ഈ അഹമ്മദ് സാഹിബ് പാകിസ്ഥാനിലെ ഒരു വിസിറ്റിനുള്ള സന്ദർശനത്തിന് സൗകര്യം വന്നപ്പോൾ CH മുഹമ്മദ് സാഹിബിനോട് പറഞ്ഞു, ഇങ്ങനെ പാകിസ്ഥാനിൽ ഒരു സന്ദർശനത്തിന് എനിക്കൊരു അവസരം വന്നിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഉടനെ CH പറഞ്ഞു, ഖായിദെ മില്ലത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകന്മാരും പാകിസ്ഥാനിൽ പോകാൻ പാടില്ല, ഔദ്യോഗിക പ്രതിനിധികളായിട്ട് പോകേണ്ടി വരുന്ന ഘട്ടത്തിലല്ലാതെ എന്ന്. പിന്നീട് ഇന്ത്യയുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രിയായി പാകിസ്ഥാൻ സന്ദർശിക്കാനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ അഹമ്മദ് സാഹിബിന് അവസരം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഖായിദെ മില്ലത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ശിഹാബ് തങ്ങളുടെ കാലത്ത് നടന്നിട്ടുണ്ട്, ശിഹാബ് തങ്ങളുടെ കാലത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് അവർക്ക് സ്വയം സാക്ഷ്യപ്പെടുത്താൻ സ്വയം ന്യായീകരിക്കാനുമുള്ള ചില നിലപാടുകളും തീരുമാനങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് തങ്ങളുടെ കാലത്ത് എല്ലാം കാണിച്ചു തന്നിട്ടാണ് തങ്ങൾ കടന്നുപോയത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്ന് കരുതി നിങ്ങളാരും മുസ്ലിം ലീഗിൽ ചേരേണ്ടതില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ നിന്ന്
സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാണിച്ചത് ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ MLA യോ കേവലം ഒരു മന്ത്രിയോ മാത്രമല്ല, ഒരു മുസ്ലിം ലീഗുകാരന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ കഴിയുമെന്നും കേന്ദ്രമന്ത്രിയാവാൻ കഴിയുമെന്നും കാണിച്ചു തന്നിട്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിടവാങ്ങിയത് എന്നുള്ളതാണ്. ചരിത്രത്തിലെ മുസ്ലിം ലീഗിൻ്റെ ജയപരാജയങ്ങളുടെ എല്ലാ കാലത്തും തങ്ങൾ അതിന് സാക്ഷിയായി നിന്നു. 15 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഒരു രാഷ്ട്രീയ സവിശേഷതയുള്ളത് 1952 ഒന്നാം പാർലമെൻറ്റ് തൊട്ട് ഇന്നേ വരെയുള്ള ലോക്സഭകളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് എല്ലാ ലോക്സഭയിലും പ്രതിനിധി ഉണ്ടായിട്ടുള്ള ഒരേ ഒരു കക്ഷി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ്. അതിൽ തങ്ങൾ മരിക്കുമ്പോൾ 15 ലോക്സഭകളാണ് കടന്നുപോയത്. ആ 15 ലോക്സഭയിൽ 10ലും മുസ്ലിം ലീഗിനെ നയിച്ചത്, 10 തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിനെ നയിച്ചത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഒരിക്കൽ പോലും അധികാരം ആശിക്കാതെ, പ്രസിദ്ധി ആഗ്രഹിക്കാതെ, തൻ്റെ ഒരു സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഒരിക്കൽ പോലും ഇതിൽ ഉപയോഗപ്പെടുത്താതെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുങ്ങിത്തീരുകയായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു. അദ്ദേഹം സമൂഹത്തിലെ ഏറ്റവും, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ഏറ്റവും ദുരിതമനുഭവിക്കുന്നവരാരോ അവരായിരുന്നു തങ്ങളെ കണ്ണിലുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയാണ് തങ്ങൾ ജീവിച്ചത് തന്നെ. ഇത്രയധികം പാവപ്പെട്ടവർ തിടം വെച്ച് നിന്ന നമ്മളിപ്പോൾ എത്ര പാവങ്ങളുടെ പടത്തലവൻ എന്ന് ആരെ മുദ്രാവാക്യം വിളിച്ചാലും ഇത്രയധികം പാവപ്പെട്ടവർ വന്ന് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ മറ്റൊരു നേതാവില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവന എന്ന് ചോദിച്ചാൽ അതിൻ്റെ വലിയ ഉത്തരങ്ങളിൽ പല ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളിൽ ഒന്നാണ് ഏറ്റവും അധികം കുടുംബങ്ങളെ കൂട്ടിയിണക്കി എന്ന് പറയുന്നത്. എത്ര കുടുംബങ്ങളെയാണ് തങ്ങൾ കൂട്ടിയിണക്കിയത്? എത്ര കുടുംബങ്ങൾ തമ്മിൽ അകന്നു പോകുമായിരുന്നു. നമ്മൾക്ക് സാമ്പത്തികമായ മെച്ചം സമൂഹത്തിൽ ഉണ്ടായി തുടങ്ങുന്നിടത്തോളം ആളുകൾ സാമ്പത്തിക മെച്ചം ഉണ്ടാവുകയും ഭൗതികമായ സൗകര്യങ്ങൾ കൂടുകയും ചെയ്യുന്നിടത്തോളം കുടുംബ ബന്ധങ്ങളിൽ ശിഥിലീകരണം സംഭവിച്ചു തുടങ്ങി. ആ കുടുംബ ശൈഥില്യങ്ങളിൽ ഇവർക്ക് പോയി പറയാനുള്ള അവസാനത്തെ അത്താണിയായിരുന്നു. നീതിന്യായ സ്ഥാപനങ്ങളിലൂടെ അലഞ്ഞു നടന്നിട്ടും തീരുമാനമാകാത്ത കേസുകളാണ് പാണക്കാട് ചെന്ന് പരിഹാരമായിരുന്നത്. അതിന് കേരളത്തിൻ്റെ നീതിന്യായ സ്ഥാപനം തന്നെ സാക്ഷിയാണ്. ഇപ്പോൾ പറമ്പിൽ പീടികയിലെ ഇംതിയാസുൻ നിസയും വേങ്ങര കൂരിയാടുള്ള അബ്ദുൽ ഹമീദും തമ്മിലുള്ള വിവാഹ പ്രശ്നം, ആ വിവാഹമോചനത്തിന് വേണ്ടിയുള്ള പരാതികളും കേസുമായിട്ട് അങ്ങനെ അവർ ഒരുപാട് കാലം നടന്നു. കുടുംബ കോടതികൾ നടന്നു, ജില്ലാ കോടതിയിൽ, അങ്ങനെ ഓരോ കോടതികൾ ഇങ്ങനെ മേലേക്ക് കയറിപ്പോയി. ഹൈക്കോടതിയിൽ തന്നെ എത്രയോ കാലമായി ആ കേസ് നടക്കുന്നു, ഒരു തീരുമാനവുമാവുന്നില്ല. പെണ്ണിൻ്റെ കൂട്ടക്കാർക്ക് വിവാഹമോചനം കിട്ടിയേ തീരൂ, ആണിൻ്റെ കൂട്ടക്കാർ വിവാഹമോചനത്തിന് തയ്യാറില്ല. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ അദാലത്ത് നടക്കുന്നു. ആ അദാലത്തിൽ വെച്ചിട്ട് ഹൈക്കോടതി ഒരു ചോദ്യം ചോദിക്കുന്നു: നിങ്ങൾക്ക് നാട്ടുമധ്യസ്ഥന്മാർ മുഖേന ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ? അതിന് തയ്യാറുണ്ടോ എന്ന്. അപ്പോൾ നാട്ടുമധ്യസ്ഥന്മാർ മുഖേനയുള്ള പ്രശ്നപരിഹാരം, അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിയുന്നില്ല. ആരായിരിക്കും മധ്യസ്ഥൻ? ഒന്നുകിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവർ, ആണിൻ്റെ കൂടെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്നവർ. അങ്ങനെ ഒരു മധ്യസ്ഥൻ വന്നു പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ കോടതി തന്നെ ചോദിക്കുകയാണ്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മധ്യസ്ഥനാക്കിക്കൊണ്ട് നിങ്ങൾക്കിത് തീർക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അവർ രണ്ട് കക്ഷികളുടെയും വക്കീലന്മാരും രണ്ട് കക്ഷികളും പറഞ്ഞു, ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റിസ് കുര്യൻ ജോസഫും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും അയച്ച ശുപാർശക്കത്ത് പ്രകാരം ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാർ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് അയച്ച ശുപാർശക്കത്ത് പ്രകാരം ഈ കേസ് മധ്യസ്ഥ ചർച്ചയ്ക്ക് നോക്കി. 2006 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് തങ്ങൾ അമേരിക്കയിലേക്ക് പോയത്. ഏപ്രിൽ 20-നാണ് അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞത്. ഒരിക്കലും ഒരു തിരിച്ചുവരവ് തങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് പലരും ആശങ്കിച്ചു നിന്നൊരു ഘട്ടത്തിലാണ് തങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും. അന്നേ ദിവസം തന്നെയാണ് തങ്ങൾ ജീവിതത്തിലേക്ക് ഇതാ തിരിച്ചു വന്നു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടി ഏറ്റവും അധികം കാത്തിരുന്നത് ആരൊരാൾ തങ്ങളുടെ തിരിച്ചുവരവിനെ വലിയ പ്രതീക്ഷയോടുകൂടി ആശയോടുകൂടി കാത്തിരുന്നവ, ആ ഒരാൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെടുന്നതും അന്നേ ദിവസമാണ്. ഈ വാർത്ത വരുമ്പോഴേക്ക് തങ്ങളുടെ ഭാര്യ മരിച്ചുപോയിരുന്നു. അത് കഴിഞ്ഞിട്ട് തങ്ങൾ വരികയാണ്. ഭാര്യയില്ലാത്ത ഏകാകിതമായ ജീവിതം, മറുഭാഗത്ത് തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടി ആകെ തകർന്ന് തരിപ്പണമായി. ഉന്നതരായ നേതാക്കന്മാർ പലരും പരാജയപ്പെട്ടു പോയൊരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷമുള്ള ഒരു മൂകാവസ്ഥ. ഇതിലേക്കാണ് തങ്ങളുടെ അമേരിക്കയിൽ നിന്നുള്ള തിരിച്ചുവരവ്. അത് കഴിഞ്ഞ് തങ്ങൾ കൂടിയ പ്രവർത്തനങ്ങളൊന്നും വേണ്ട എന്ന് ഡോക്ടർമാർ തന്നെ വിലക്കിയത് പ്രകാരം തങ്ങളൊരു അർദ്ധ വിശ്രമത്തിലാണ്.
പാതി വിശ്രമവും പാതി ഇങ്ങനെ അങ്ങിങ്ങ് മാത്രം പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആ സമയത്താണ് 2008 മാർച്ച് മാസം 14-ാം തീയതി മഗ്രിബ് നമസ്കാരം തൊട്ട് അർദ്ധരാത്രി 2 മണി വരെ നിസ്കരിക്കാനും ഭക്ഷണത്തിനും വേണ്ടിയല്ലാതെ എഴുന്നേൽക്കാതെ തങ്ങൾ ഒറ്റ ഇരിപ്പിൽ ഹൈക്കോടതി ശുപാർശ ചെയ്ത ഈ കേസ് പരിഗണിക്കുന്നത്. 2 പക്ഷത്തും വക്കീലന്മാരുണ്ട്. തങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബും പണ്ഡിതന്മാരുണ്ട്. 2 കക്ഷികൾക്കും വേണ്ടി വാദിക്കാൻ ന്യായീകരിക്കാൻ ന്യായങ്ങൾക്ക് ബന്ധുക്കളടക്കമുള്ളവരുണ്ട്. ഈ 2 കൂട്ടരെയും മാറി മാറി വിളിച്ചും ഒരുമിച്ചിരുത്തിയും തങ്ങൾ നടത്തിയ ചർച്ചയുടെ അനന്തരഫലമായി വിവാഹമോചനം കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ പറമ്പിൽ പീടികയിലെ ഇംതിയാസ് നിസയും കൊടശ്ശേരി വേങ്ങര കൂരിയാട്ടെ കൊടശ്ശേരി അബ്ദുൽ ഹമീദും തമ്മിലുള്ള ആ വിവാഹ പ്രശ്നം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇരു കൂട്ടരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി പൂർണ്ണ തൃപ്തിയോടുകൂടി ഇരുവരും വിവാഹമോചിതരാകുന്നില്ല, ഇനി ഒരുമിച്ച് ജീവിക്കുകയാണ് എന്ന തീരുമാനമെടുത്തു കൊടുത്തുകൊണ്ടാണ് തങ്ങൾ അവരെ തിരിച്ചയച്ചത്. അങ്ങനെ എത്ര കുടുംബങ്ങളെയാണ് തങ്ങൾ തിരിച്ചയച്ചത്? ചെന്ന് പറയാൻ ഒരിടവുമില്ലാത്ത ഒരാൾക്ക് ഇനി ആരോട് പറയുമെന്ന് കൈമലർത്തുന്ന നേരത്ത് ഞാനിനി പാണക്കാട്ടൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന പിതാക്കന്മാർ, കുടുംബത്തിലുള്ളവർ അവിടെ പോവുകയും തങ്ങളോട് പറയുകയും തങ്ങളുടെ സങ്കടം പറയുകയും ചെയ്യും. ഇതൊരു അമാനുഷിക സിദ്ധിയല്ല, ഇതൊരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. പക്ഷെ ആ പ്രവൃത്തി ചെയ്യാൻ തൻ്റെ വാക്കിന് ഇത്ര സ്വീകാര്യത കിട്ടാൻ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊന്നും കഴിയില്ല. അത് തങ്ങൾക്ക് മാത്രം സിദ്ധമായൊരു സംഗതിയാണ്. തങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രഭാവം, ആ ഒരു തങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ആൾക്കൂട്ടം അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകുന്ന ഒരവസ്ഥ, ആ വ്യക്തിപ്രഭാവത്തിൽ, ആ പ്രഭാവലയത്തിൽ ഒരു ഓറ തങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രഭാവലയം ആളുകളെ ഇങ്ങനെ ഒരു മായിക പ്രപഞ്ചത്തിലേക്ക് നയിക്കുന്നു. അത് ഒരിക്കൽ സക്രിയ, എഴുത്തുകാരനായ സക്രിയ തങ്ങളെപ്പറ്റി ഒരു ഫീച്ചർ എഴുതാൻ വേണ്ടി പാണക്കാട്ട് വന്നു. അപ്പോൾ തങ്ങൾ സ്വാഭാവികമായും അത്തരം ചില കേസുകൾ വരുമ്പോൾ തങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ചന്ദ്രികയിലേക്ക് വിടും. എന്നെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അയാൾ അങ്ങോട്ട് പറഞ്ഞേക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ സക്രിയ അങ്ങനെ മലപ്പുറം ചന്ദ്രികയിൽ വന്നു. സക്രിയ എന്ന് പറയുന്നത് വലിയ എഴുത്തുകാരനല്ലേ, നമ്മളാണെങ്കിൽ വെറും ഒരു പുൽക്കൊടി. പക്ഷെ സക്രിയയോട് സംസാരിച്ചു. അപ്പോൾ സക്രിയക്ക് അറിയേണ്ടത് തങ്ങൾ എങ്ങനെയാണ് ഈ ആളുകളെ വശീകരിക്കുന്നത് എന്നാണ്. ആ വശീകരണം എന്ന് പറഞ്ഞ സംഗതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും സക്രിയക്ക് ആവശ്യമില്ല. സക്രിയ കരുത് നമ്മുടെ സത്യസായി ബാബയെപ്പോലെ, മാതാമൃതാനന്ദമയിയെപ്പോലെ ഒരാൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന ചില സ്ഥിതിവിശേഷങ്ങളുമായിട്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ ജീവിതം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഞാനുമായുള്ള ഈ സംസാരത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ വെച്ച് അദ്ദേഹം ഒരു ഫീച്ചർ എഴുതാനേ തയ്യാറായില്ല തങ്ങളെക്കുറിച്ച്. കാരണം അദ്ദേഹത്തിന് വേണ്ടത് ഈ സ്പിരിച്വൽ ലീഡർഷിപ്പിൻ്റെ ഈ മാന്ത്രിക വഴികളെക്കുറിച്ചാണ്. തങ്ങളുടേത് മാന്ത്രിക വഴികളായിരുന്നില്ല, തങ്ങളുടേത് സാധാരണ മനുഷ്യന്മാർ ഒരുക്കി കൊടുത്ത വഴിയായിരുന്നു. പക്ഷെ ആ വഴികൾ തങ്ങൾക്ക് കിട്ടുന്നതിൽ ഒരു വലിയ സിദ്ധി പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം 2 വഴിയിലൂടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യത്തിന് കിട്ടുന്ന ഒരുപാട് ജീവിത ഭാഗ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ കിട്ടിയ വലിയ മഹാഭാഗ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അദ്ദേഹം പാണക്കാട് PMSA പൂക്കോയ തങ്ങളുടെ പുത്രനായി ജനിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫർ തങ്ങളുടെ മരുമകനായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവർ 2 പേരുടെയും പിൻഗാമിയായി ചുമതലയേൽക്കേണ്ടി വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ആ ചുമതലയേൽക്കുമ്പോൾ പോലും അദ്ദേഹം സ്വമേധയാ തയ്യാറായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കാൾ താല്പര്യമുണ്ടായിരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം, സാഹിത്യ സാംസ്കാരിക പ്രവർത്തനം എന്ന് വെച്ചാൽ ഈജിപ്തിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കഥ എഴുതും, കവിത എഴുതും, അറബ് പ്രബന്ധങ്ങൾ, അറബ് സാഹിത്യത്തിലായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എഴുത്തുകളുണ്ടായിരുന്നത്. ഖലീൽ ജിബ്രാൻ ശ്മശാനഭൂമി അടക്കമുള്ള രചനകൾ പലതും മലയാളികൾക്ക് തന്നെ അദ്ദേഹം മലയാളത്തിലേക്ക് തന്നെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈജിപ്തിലെ പത്രപ്രവർത്തനത്തെക്കുറിച്ചും ഈജിപ്ഷ്യൻ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചുമൊക്കെ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കുറിപ്പുകൾ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ചന്ദ്രികയിലുമൊക്കെ ആ കാലഘട്ടത്തിൽ പത്രത്തിലും വാരികകളിലുമൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ എഴുതുന്ന ഒരാളാണ് തങ്ങൾ, എഴുത്തുകാരനാണ് തങ്ങൾ. വലിയ വാഗ്മിയല്ല, എഴുത്തുകാരനാണ്. അപ്പോൾ ആ എഴുത്തുകാരനെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് 1990 വേൾഡ് അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറിൻ്റെ ഒരു ലോക കവി സമ്മേളനം ഈജിപ്തിൽ കൈറോയിൽ നടക്കുകയാണ്. ഒരു ദിവസം ഞാൻ പാണക്കാട് ചെല്ലുമ്പോൾ പാണക്കാട്ട വട്ടമേശപ്പുറത്ത് ഇങ്ങനെ ഒരു കത്ത് കിടക്കുന്നു, ഒരു മനോഹരമായൊരു ലെറ്റർ. ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അത് തങ്ങൾക്കുള്ള ക്ഷണപത്രമാണ്. ഞാനത് കൊണ്ടുപോയി തങ്ങളുടെ സമ്മതം ഒന്നും വാങ്ങാതെ കൊണ്ടുപോയി പത്രത്തിൽ ഇങ്ങനെ ഒരു ചന്ദ്രികയിലൊരു പ്രത്യേക സ്റ്റോറി ആക്കി പോയി. തങ്ങൾ അടുത്ത ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, അതൊക്കെ എന്തിനാ പത്രത്തിൽ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു.
പക്ഷേ തങ്ങൾ അങ്ങനെ ക്ഷണിക്കപ്പെടുന്ന ലോക കവി സമ്മേളനത്തിന് ക്ഷണിക്കപ്പെടാൻ മാത്രം പ്രാപ്തനായ ഒരു കവിയായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നത് മലയാളികൾക്ക് അത്ര പരിചിതമായ സംഗതിയല്ല. അങ്ങനെ തൻ്റെ പ്രതിഭ എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്ന ആ പ്രതിഭ കൊണ്ട് ഇത്രയും പ്രതിഭയുള്ള ഒരാൾ, അധികാരം വെളിപ്പുറത്തുള്ള ഒരാൾ, പക്ഷേ ചെയ്തത് മുഴുവൻ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി വല്ലതും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവர்களுം കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ സദസ്സിലേക്ക് വരുന്നത് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുണ്ട്. അപ്പം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അന്ന് മാർട്ടിൻ ലൂതർ കിങ് നമ്മളോട് സംസാരിച്ച ആ സ്വപ്നം തന്നെയാണ്. മാർട്ടിൻ ലൂതർ കിങ് ആ സ്വപ്നത്തെ ഉറക്കെ പറഞ്ഞു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ സ്വപ്നം ജീവിതം കൊണ്ട് പ്രയോഗവൽക്കരിച്ചു. ആ മഹാപുരുഷന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ.